നമസ്കാരം. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 7 മാസം ഗർഭിണിയായ സോന വെന്തുമരിച്ച സംഭവം കേരള മനസാക്ഷി ഉലച്ച ഒന്നാണ്. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ ഭർത്താവ് രജിൻ ലാലിനെതിരെയുള്ള ആസൂത്രിത കൊലപാതക ആരോപണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നതെങ്കിൽ ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ അന്വേഷണത്തിന്റെ കൺമുന ഇപ്പോൾ മരണപ്പെട്ട സോനയിലേക്ക് തന്നെയാണ് നീളുന്നത്. എന്നാൽ പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എടുത്തു ചാടുമ്പോഴും കേസിൽ അവശേഷിക്കുന്ന ചില നിർണായക ചോദ്യങ്ങളും ദുരൂഹതകളും ഈ ക്രൂരമായ ദുരന്തത്തിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത് പേരാമ്പ്രയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. സംഭവം നടന്ന മെയ് 15 വൈകിട്ട് 7:25 ഒരു യുവതി പമ്പിലെത്തി വെളുത്ത ക്യാനിൽ പെട്രോൾ വാങ്ങി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങളുള്ളത് സോന തന്നെയാണെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചും കഴിഞ്ഞു. സോനയുടെ അമ്മാവൻ സത്യൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തു. കാറിനുള്ളിൽ തീ പടർന്നത് പെട്രോൾ മൂലമാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ നേരത്തെ വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് സോന നേരിട്ട് പെട്രോൾ വാങ്ങിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. എന്നാൽ ഈ CCTV ദൃശ്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ വലിയൊരു അസ്വാഭാവികത ദൃശ്യമാകുന്നുണ്ട്. പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളിൽ സോനയുടെ തോളിൽ ഒരു കറുത്ത ബാഗുണ്ട്. ഇടതു തോളിലിരുന്ന ബാഗ് പിന്നീട് വലതുകൈയിൽ പിടിച്ച് ഫുട്പാത്തിലൂടെ നടന്നു വരുന്ന സോനയുടെ കയ്യിൽ ഈ വെളുത്ത കന്നാസ് കാണാനില്ല. അങ്ങനെയെങ്കിൽ ആ കന്നാസ് എവിടെ പോയി? സോനയുടെ കയ്യിലുള്ള കറുത്ത ബാഗിനാകട്ടെ ഈ കന്നാസ് ഉള്ളിൽ ഒതുക്കാനുള്ള വലിപ്പമില്ല താനും. ഈ ഒരു പോയിന്റിലാണ് പോലീസിന് ഇപ്പോഴും പൂർണ്ണമായ വ്യക്തത വരുത്താൻ കഴിയാത്തത്. കാറിലേക്ക് പെട്രോൾ എത്തിക്കാൻ മറ്റാരുടെയെങ്കിലും സഹായം സോനയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം ഇവിടെയാണ് ബലപ്പെടുന്നത്. ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഭർത്താവ് രജിൻ ലാലിന്റെ മൊഴിയും ഈ നിഗമനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. കാറിനുള്ളിൽ പെട്രോളിന്റെ കടുത്ത മണം അനുഭവപ്പെട്ടപ്പോൾ ഇതേക്കുറിച്ച് താൻ സോനയോട് ചോദിച്ച നിമിഷത്തിൽ തന്നെ പുറകിൽ നിന്നും വൻതോതിൽ തീ ഉയർന്നുവെന്നാണ് രജിൻ ലാലിന്റെ മൊഴി. രജിൻ ലാലിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്താണ് കൂടുതൽ പൊള്ളലേറ്റതെന്നതും ശ്രദ്ധേയമാണ്. സംഭവ ദിവസം ഇരുവരും തമ്മിൽ കാറിലിരുന്ന് കടുത്ത തർക്കമുണ്ടായതിനെ തുടർന്നാണ് സോന മുൻസീറ്റിൽ നിന്നും മാറി കാറിന്റെ പിൻസീറ്റിലേക്ക് കയറിയത്. ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് സോന പിൻസീറ്റിലിരുന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാകാമെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുന്നത്. കാറിന്റെ ഘടന പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും ഈ ആത്മഹത്യാ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. കാറിന്റെ എഞ്ചിൻ ഭാഗത്തിനോ താഴെയുള്ള ഡീസൽ ടാങ്കിനോ യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. കാറിന്റെ ഉൾവശം മാത്രമാണ് പൂർണ്ണമായും കത്തിയമർന്നത്. അതിൽ തന്നെ സോന ഇരുന്ന പിൻസീറ്റിന്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ കരിഞ്ഞു പോയത്. കൂടാതെ സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശരീരത്തിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പെട്രോൾ ഒരു ബാഗിലാക്കിയാണ് സോന പമ്പിൽ നിന്നും കൊണ്ടുവന്നതെന്നും ഈ ബാഗിന്റെ കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാറിനുള്ളിൽ നിന്നും കണ്ടെടുത്തതായും പോലീസ് അവകാശപ്പെടുന്നു. ഈ ദുരന്തത്തിന്റെ പേരുകൾ കിടക്കുന്നത് ഇവരുടെ ദാമ്പത്യത്തിലെ കടുത്ത അസ്വാരസ്യങ്ങളാണ്. ഏറെക്കാലം പ്രണയിച്ച ശേഷമാണ് രജിൻ ലാലും സോനയും വിവാഹിതരായത്. എന്നാൽ ആ പ്രണയകാലം പോലും സുഗമമായിരുന്നില്ല. രജിൻ ലാൽ സോനയെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ചപ്പോൾ സോന വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്ന് രജിൻ ലാലിനെതിരെ പോലീസിൽ കേസ് വരികയും പിന്നീട് ആ കേസ് ഒത്തുതീർപ്പാക്കിയാണ് 3 വർഷം മുൻപ് ഇരുവരും വിവാഹിതരായത്. എന്നാൽ വിവാഹശേഷവും സോനയ്ക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ മാത്രമായിരുന്നുവെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഗർഭിണിയായ ശേഷവും സോനയെ രജിൻ ലാൽ കടുത്ത രീതിയിലാണ് സംശയിച്ചിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വയറ്റുള്ള കുഞ്ഞ് തന്റേതാണോ എന്ന് ഉറപ്പുവരുത്താൻ പ്രസവശേഷം DNA പരിശോധന നടത്തണമെന്ന് വരെ രജിൻ ലാൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സോനയെ മാനസികമായി പൂർണ്ണമായും തകർത്തു കളഞ്ഞു. കൂടാതെ രജിൻ ലാലിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവൻ തന്നെ ചതിക്കുകയാണെന്നും സംഭവ ദിവസം സോന കരഞ്ഞുകൊണ്ട് പറഞ്ഞതായി ഇളയമ്മയുടെ മകൾ അശ്വതി വെളിപ്പെടുത്തിയിരുന്നു. മരണദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7 മണി വരെ സോന ഇളയമ്മയുടെ വീട്ടിലായിരുന്നു. വൈകിട്ട് ഇളയമ്മയുടെ മകൾക്കൊപ്പം പേരാമ്പ്ര ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോഴാണ് സോന ആർക്കും പിടികൊടുക്കാതെ മാറി നിന്നത്. അശ്വതി ചെമ്പ്ര റോഡിന് സമീപത്തെ കടയിൽ വസ്ത്രങ്ങൾ നോക്കുന്ന സമയത്താണ് സോന അവിടെ നിന്നും തനിയെ പെട്രോൾ പമ്പിലേക്കും പോയത്. വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങാൻ ഇരുവരും പിരിഞ്ഞതെന്നാണ് അശ്വതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്താണ് സോന പെട്രോൾ വാങ്ങി ബാഗിലാക്കിയത്. എന്തായാലും സോനയുടെ മരണത്തിൽ എന്താണ് കാരണം എന്നതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ആകെ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ്. 7 മാസം ഗർഭിണിയായ ഒരു യുവതി ഭർത്താവിന്റെ പീഡനം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എത്രത്തോളം ഭീകരമായ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും എന്നതൊക്കെ നമുക്ക് ചിന്തിക്കാനാവുന്ന കാര്യമാണ്. എന്തായാലും അന്വേഷണം തുടരുകയാണ് പോലീസ്.